അപ്പോൾ ഗൈസ് ഞാനിതാ നാട് വിട്ട് പോണു. ഒരു വണ്ടിയിൽ കൊള്ളിക്കാന്നുള്ള ഫുൾ പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചി എയർപോർട്ടിലോട്ടാണ് പോണേ. എയർപോർട്ടിലേക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് വണ്ടി നേരെ പോയ ലുലുവിലേക്കാണ്. പിള്ളേരൊരാഗ്രഹം പറഞ്ഞ് സഹായിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാ കൊപ്രയും കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആഗ്രഹം അമ്മ ഇൻഡയറക്റ്റ്ലി പ്രകടിപ്പിച്ചു. കണ്ടില്ല എന്ന് അടിച്ച് ഞാൻ ആ സ്ഥലം വിട്ടു. വിമാനത്താവളത്തിലെത്തി നമ്മൾ വണ്ടി ഉന്തലായി ഗൈസ്. സെലിബ്രേറ്റ് വരുന്നു വീഡിയോ എടുക്കട്ടെ. വലിയ ഷോയും കാണിച്ച് ഇതുകൊണ്ട് പോകുമ്പോൾ ആൾക്കാരെ വിചാരം ഞാൻ ആറ്റിറ്റ്യൂഡ് ഇടുക എന്നാണ്. ഇത് ഉന്തിയിട്ട് നീങ്ങണില്ലെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവിടുത്തെ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്വയറി പോയി അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓൾറെഡി പോയെന്ന് പറഞ്ഞത്. പിന്നെ പോയ ജീവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് ഞാനും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഈ പ്രോപ്പർട്ടിയും കൂടെ ഫ്ലൈറ്റ് കയറാൻ പോകണം. അങ്ങനെ ഫ്ലൈറ്റ് വാങ്ങി ആകാശം എത്തിയപ്പോഴത്തേക്കും മനസ്സിന് എന്തോ വല്ലാത്തൊരു ഭാരം ഫീൽ ചെയ്തു ഗൈസ്. പക്ഷെ ഫുഡ് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ നോക്കിയായി. ഇനി അങ്ങോട്ട് ഫുഡൊക്കെ കാണാൻ മാത്രമേ കൊള്ളുണ്ടാവുള്ളൂ, തിന്നാൻ കൊള്ളുണ്ടാവില്ല എന്നുള്ള സത്യം മനസ്സിലായപ്പോൾ വീണ്ടും ഡിപ്രഷൻ. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഹാപ്പി ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളതുകൊണ്ട് എനിക്കുണ്ടായ ഒരു ശോകത്തെ ഞാൻ മാറ്റി ഹാപ്പി മൂഡാക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞാവനെ കുറച്ചു നേരം വായി നോക്കി ഇരുന്നും കൈ കിട്ടിയ മാസികയിലെ ഫോട്ടോസ് നോക്കി വെള്ളം ഇറക്കും. അങ്ങനെയൊക്കെ എൻ്റെ സമയം കളഞ്ഞപ്പോഴേക്കും നമ്മൾ അബുദാബി ലാൻഡ് ചെയ്തു. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായ എൻ്റെ എല്ലാ വെഗിളിത്തരവും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ അബുദാബിയിൽ കുറച്ച് സമയം ലേ ഓവർ ഉണ്ട്. എന്നിട്ട് പിന്നെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് വെളുപ്പാങ്കാലത്ത്. അതുവരെ ഇവിടെ എന്നാ ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ അബുദാബി ഞാൻ വിചാരിച്ച അബുദാബിയേ ഇല്ല. കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വിചാരം ഇവിടെ ഫുള്ള് ഷെയ്ക്കുമാരായിരിക്കും എന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഇൻ്റർനാഷണൽ മൂവി കണ്ടൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഈ കൊറിയൻ ചൈനീസ് സിനിമയൊക്കെ കണ്ട് ആകെ അഡിക്റ്റായിട്ട് ക്യൂട്ട് കുട്ടന്മാരെ കാണുമ്പോൾ എനിക്ക് ചുറ്റുമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അബുദാബിയിൽ എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മില്ല ഗൈസ്. അങ്ങനെ എത്തിഹാദ് എയർവേസിൽ ഒരു 6-7 മണിക്കൂർ കടലാൻ താണ്ടി മലയെല്ലാം താണ്ടി നമ്മളത് ലണ്ടനിലെത്താനായി. കറങ്ങി അവസാനം 2 മണിക്കൂർ ശേഷം എനിക്കെൻ്റെ ബാഗ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ക്യാബിൽ കയറി നമ്മൾ സ്റ്റേയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെയോ ഒരു ആടുജീവിതം വൈബൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ അടുത്ത 2 മാസത്തേക്കുള്ള ഫ്രീ അക്കോമഡേഷൻ ആണിത്. അപ്പോൾ റൂം തപ്പി പൊയ്ക്കൊണ്ടിരിക്കാം. നമുക്കെല്ലാവർക്കും കിട്ടിയേക്കുന്ന ഒരു യൂറോപ്യൻ സ്റ്റൈൽ ക്യൂട്ട് സിംഗിൾ റൂമാണ്. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത് ഈ മിററും പിന്നെ ഈ വിൻഡോയും ആണ്. നമുക്കിവിടെ ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ട് സ്റ്റേയുടെ ഉള്ളിൽ തന്നെ കോമൺ ഏരിയാസ് ഉണ്ട് കേട്ടോ. അതൊക്കെയാണിത്. ടൈം ഡിഫറൻസിൽ ടൈം പോയത് അറിയാതെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് ഫുഡ് കഴിക്കണം എന്നുള്ള ബോധം വന്നത്. നാട് വിട്ട വിഷമത്തിൽ നല്ല നാടൻ ഫുഡ് നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റേയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് നമ്മൾ നല്ല ചൂട് ചോറും മീൻകറിയും സാമ്പാറും ഒക്കെ കഴിച്ച് ഒരു 45 പൗണ്ട് അങ്ങോട്ട് കൊടുത്തത് പൗണ്ടാണെങ്കിലും പോയത് 4500 രൂപയായിരുന്നു. സെൻട്രൽ ലണ്ടനിലെ എക്സ്പെൻസിനെ കുറിച്ച് ചെറിയ ധാരണ കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും വിലക്കുറവിൽ കിട്ടാവുന്ന കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് നേരെ സ്റ്റേയിലേക്ക് പോന്നു. അപ്പോൾ ഇനി എന്താവും എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ലാതെ ആദ്യ ദിവസം കഴിഞ്ഞ് കിട്ടി ഗൈസ്. ഇനിയുള്ള വിശേഷങ്ങൾ വരും ദിവസം പറയാട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.